നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 10/7/2026 വെള്ളിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില നോക്കുമ്പോൾ ഒരു ഗ്രാമിൻ്റെ മുകളിൽ 35 രൂപയും ഒരു പവൻ്റെ മുകളിൽ 280 രൂപയാണ് ഇന്ന് വൈകിട്ട് സ്വർണ്ണവില കൂടിയിരിക്കുന്നത്. എന്നാൽ മുമ്പ് ഏറെ ആൾക്കാരെല്ലാം പ്രതീക്ഷിച്ചാണ് യുദ്ധം അവസാനിച്ച്. എന്നാൽ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വളരെയേറെ നിരീക്ഷണത്തിലാണ്. അതായത് സംസ്ഥാനത്തെ വെള്ളിയുടെ വില ഒരു പവൻ്റെ മുകളിൽ നോക്കുമ്പോൾ അതായത് 10 ഗ്രാം വെള്ളിക്ക് 2400 രൂപ, ഒരു ഗ്രാം വെള്ളിക്ക് 230 രൂപയാണ്. ഇന്നത്തെ സ്വർണ്ണവില വിശദമായി നോക്കുമ്പോൾ 22 ക്യാരറ്റ് 13,275, ഒരു പവൻ 1,06,200 അതുപോലെ 24 ക്യാരറ്റ് 14,482, ഒരു പവൻ 1,15,856. അതേപോലെ 18 ക്യാരറ്റ് 10,862, ഒരു പവൻ 86,896. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടി. ഇന്ന് രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1 രൂപയാണ് വീണ്ടും RSS 4ഉം 5-ലൊക്കെ കൂടിയിരിക്കുന്നത്. വിശദമായി നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 275, RSS 5 271, ISN 20 235, ലാറ്റക്സ് 60% ഡിയാസിലുള്ള 178 രൂപ 60 ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചിയിൽ നോക്കുമ്പോൾ RSS 4 കിലോ 275, RSS 5 കിലോ 271. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 268, RSS 5 കിലോ 265. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിൽ ഒട്ടുപാൽ കിലോ 174, 60% ഡിയാസിൽ ഒട്ടുപാൽ കിലോ 130 രൂപ 50. ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 290 രൂപ 67, RSS 2 288 രൂപ 93, RSS 3 287 രൂപ 36, RSS 4 286 രൂപ 51, RSS 5 286 രൂപ 8. ഇതാണ് വിദേശ വില. രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിദേശ വിലയിലും വൻ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒക്കെ നോക്കുമ്പോൾ റബ്ബർ വില വീണ്ടും കൂടാനാണ് സാധ്യത. കാര്യം റബ്ബർ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ ധാരാളം വിപണിയിൽ ഇറക്കിയിടുന്നുണ്ട്. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ ധാരാളം ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ഇപ്പം. എന്തായാലും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വഴി ഓപ്പറേഷൻ തുഫാൻ മറ്റ് സംസ്ഥാനങ്ങളിലും ചലനമുണ്ടാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തുഫാൻ വഴി നിരവധി പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലഹരിക്കെതിരെയുള്ള തൂഫാൻ ഏകോപിപ്പിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ SP റാങ്കിൽ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടന്ന ദക്ഷിണേന്ത്യൻ DGPമാരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിക്കെതിരെ നോ പറയുക, ജീവിതത്തിനായി യെസും പറയുക. തലമുറകളെ നമുക്ക് സംരക്ഷിക്കാം, ലഹരിക്ക് വിട. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടതിന് വളരെയധികം നന്ദി.